ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ചുരിദാർ തയ്ക്കുന്നതാണ്. വെച്ചാല് ഞാൻ പറഞ്ഞായിരുന്നല്ലോ വീഡിയോ എടുക്കുമ്പോൾ ഉടുക്കാത്ത സാരി എല്ലാം ഇങ്ങനെയുണ്ട്. അപ്പം അതെടുത്ത് ചുരിദാർ തയ്ക്കാന്ന് വിചാരിച്ചു. ഒരു കട്ട് പീസ് കൊണ്ട് അപ്പം ഞാൻ ഒരു വകയാക്കി വെച്ച്. അപ്പം ഇതൊരു സാരി ആയിരുന്നു. അപ്പം ഇത് മുറിച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആകാനായി. അപ്പോൾ ഇതൊരു വേറൊരു ഡിസൈനായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ പീസായിട്ട് ഇങ്ങനെയുള്ള ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുറിച്ച്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് നമ്മളൊരു പഴയ മുണ്ടുണ്ടായിരുന്നു. പഴയ മുണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുണ്ടാന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ ഞാൻ ഇത്ര കംപ്ലീറ്റ് ആക്കി വെച്ച് ഇനി കുറച്ചേ ജോലി ഇടും. അപ്പം ഇത് ഇങ്ങനെ. അപ്പം ബോർഡർ ഇതിൻ്റെ ബോർഡർ നല്ല ഇതുള്ളതുകൊണ്ട്, സാരീൻ്റെ ബോർഡർ നല്ല ബ്ലാക്കായി ബോർഡർ ഞാൻ പോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു മോഡലായിട്ട് ഇങ്ങനെ ഞാൻ തയ്ച്ചത്. നല്ല ബോർഡർ കിട്ടുന്നുള്ളൂ ഇതിൽ. മറ്റേ അംബ്രല പോലെ ആയിട്ട് കട്ടിങ് ചെയ്താൽ കിട്ടൂല. പക്ഷേ ഇങ്ങനെ അംബ്രല പോലത്തെ കട്ടിങ് ആക്കി വെച്ചിട്ട് ഇങ്ങനെ തുണി. അപ്പോൾ ഇതിന് അന്ന് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. ഇത് ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഇതിന് ഞാൻ ഇത് സൂട്ടാക്കിയിട്ട് ഈ ഒരു പീസാണ് വെച്ച് കൊടുക്കുന്നത്. മേലെ ബോഡി അപ്പോൾ ഈ ഒരു ഇതാണ് വെക്കുക. അപ്പം ഞാൻ ഇതെല്ലാം തയ്ച്ച് വെച്ചു. അപ്പോൾ ഇത് എല്ലാം സിമ്പിളായിട്ട് തയ്ക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ നല്ല കൈയായിട്ട് നല്ല ഇതായിട്ട് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല ഇത് ഇങ്ങനെ നല്ല ഭംഗി ഉണ്ടാവില്ല, എല്ലാം സിമ്പിളായിട്ട് തയ്ക്കേണ്ട ഉദ്ദേശം. പിന്നെ ഇതിൻ്റെ കഴുത്തിനൊരു ഡിസൈനായിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ കഴുത്തുനിന്ന് ഞാൻ ഇതുപോലെ ചെറിയ ചുരുക്കിട്ടിട്ട് ഇതിൻ്റെ കഴുത്തിന് ഒരു ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എല്ലാം സിമ്പിളായിട്ടാണ് ചെയ്തിടുന്നത് കഴുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനൊരു ഫാഷനായിട്ട് കൊടുക്കാമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് നിന്നിട്ട്. അപ്പോൾ ഇതിന് കംപ്ലീറ്റ് ആക്കി വീഡിയോ എടുക്കും. അപ്പോൾ ആ സാരി ഉണ്ട് എന്നെ ഇനിയും ഒരു നല്ല ഇത്ര എണ്ണം ബാക്കിയുണ്ട്. ഇത്ര എണ്ണമുണ്ട്. എന്നും ഒരു ചുരിദാറിന് നമുക്ക് തയ്ക്കാനുണ്ട്. അപ്പം അത് ഇതിന് സൂട്ടാകുന്നതോ അല്ല ഇതിന് പറ്റിയ നോക്കിയിട്ട് വേറെ ഒരു മോഡലിൽ ഞാൻ ഇനി എപ്പോഴും തയ്ക്കും. അത് ഇത് വരുന്ന സമയത്ത്, ഒരു ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് തയ്ക്കും. അപ്പോൾ ഇതൊരു ടിഷ്യൂ എന്ന് പറഞ്ഞൊരു തുണി ഉണ്ടായിരുന്നു. ഞാൻ കുറേ മുമ്പേ ഒരു ഫ്രോക്ക് തുന്നി. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കുട്ടി ആയതുകൊണ്ട് ഞാൻ ഫ്രോക്ക് തുന്നി കൊടുത്തായിരുന്നു. നല്ല സൂപ്പർ ഫ്രോക്കായിരുന്നു. ഇങ്ങനെ അതിന് ടിഷ്യൂ തുണി എന്നാണ് പറയുക. നല്ല പുള്ളി പോലെ നിൽക്കും. അതിൻ്റെ ബാക്കി ഞാൻ അങ്ങനെ എടുത്ത് വെച്ച്, ഞാൻ ഒരു സാധനം ചാടും എല്ലാം എടുത്ത് വെക്കും. പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് വർഷമായി, ഇത് ഇപ്പോൾ ഉള്ളതൊന്നുമല്ല, ഒത്തിരി വർഷമായി, 10-15 വർഷമായി ഈ നല്ലൊരു ചൂരിദാറായിരുന്നു ഇത്. പക്ഷേ ഇതിൻ്റെ മേലത്തെ ഇതെല്ലാം മോശമായിപ്പോയി, ടൈറ്റായിപ്പോയി. ഇതാണ്. അപ്പം ഞാനെന്തോടെടുത്ത് ഇതിൻ്റെ മേലത്തെ കട്ട് ചെയ്ത്, അപ്പം ഇതെല്ലാം വൈറ്റാണല്ലോ കൊടുത്തിന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഇതിന് ഒരു നല്ല വൈറ്റ് ബോഡി ഇട്ട് കൊടുത്താൽ ഇതൊരു നല്ല ഇതായി. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇതായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് പോകുന്ന ചേട്ടാ. അപ്പം നല്ല അട്രാക്ഷനായിട്ട് വേണ്ടി. അപ്പോൾ ഇത് ഇവിടുന്ന് ഇത്രയും കട്ടാക്കിയിട്ട് ഇതിനനുസരിച്ച് ഞാനിങ്ങനെ ഇതിനനുസരിച്ച് ഇതിന് വേണ്ടുന്ന ബോഡി വെള്ളയായിട്ട് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എനിക്കിത് കളർ ഇഷ്ടമായിരുന്നു. ഞാനിത് ഷാർട്ടിട്ടൊന്നുമില്ല. ഇതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചപ്പോൾ ഞാൻ ഓരോ സാധനം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ അങ്ങനെയാണ് ഓരോ പണി ചെയ്യുന്നത്. അപ്പോൾ ഇത് വൈറ്റ് സാരി, ഇത് ചന്ദന കളർ സാരിയാണ്, വൈറ്റ് അല്ല. അപ്പം ഇത് നല്ലൊരു ഇതിന് മേലെ വെച്ച് കൊടുക്കുന്നത് ഞാൻ ഒത്തിരി ഈ വൈറ്റ് ഈ തുണിയും തന്നെ ഇതൊരു സാരി ആയിരുന്നു. കുറേ സാരി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാരി ഒരു ഫാഷൻ കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. ഫ്രണ്ട് അവളെ കുടുംബത്തിൽ കല്യാണം ഉണ്ടായാലും അവരൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയാൽ എനിക്കൊരു സാരി വായിച്ചത്. അപ്പം ഇതൊരു മോഡലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇതിങ്ങനെ മൊത്തം ഇങ്ങനെ മിന്നുന്നതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമാകുന്നില്ല.
അപ്പം ഞാനത് വേറൊരു ഫ്രണ്ടിന് കൊടുത്തു സാരി. അപ്പം ഞാൻ ആ ബ്ലൗസ് ഞാൻ തുണി അവിടെ വെച്ചായിരുന്നു എന്തിനും ഇങ്ങനെ മോഡലായിട്ട് കൊടുക്കാമെന്ന്. സാരിയിലേക്ക് കുറേ ഒളിച്ചല്ലോണ്ട് ഞാനത് കൊടുത്ത് വെച്ച്. ഒരാൾ തന്നത് പിന്നെ മടക്കാൻ പാടില്ല. അപ്പോൾ ഇതിന് ഞാൻ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കൂ. ഫുള്ള് എല്ലാത്തിനും ഞാൻ സിമ്പിളായിട്ട് കുറേ കഴിച്ച എല്ലാം സിമ്പിളായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെയൊന്ന് വെച്ചോ, കാരണം നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ ഫോട്ടോയിൽ നോക്കാം. ഇത് ഞാനിങ്ങനെ കൊടുത്തു. ഞാനിതിങ്ങനെ ഇതുപോലെ ഡിസൈൻ വെച്ച് കൊടുത്ത് കഴുത്തിന്. എന്നാൽ പിന്നെ അതൊരു രസം ഉണ്ടാവില്ല. നല്ല ഇങ്ങനെ ഇട്ട് ഞാനിതെടുത്ത് വീഡിയോ എടുക്കാം. കാണണം, എങ്ങനെയുണ്ട് എന്ന് അഭിപ്രായം പറയണം. ഇപ്പം കഴിയാനായി കുറച്ചേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഞാൻ ഇട്ട് ഓരോ ഇത് തയ്ക്കുന്നതിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയണം. കമൻറ്റ് ബോക്സിൽ പറയണം. ഏത് ഡ്രസ്സാണ് ഞാൻ തയ്ച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എന്നോട് പറയണം. എന്നാലും പിന്നെ എനിക്കൊരു ഇഷ്ടമാണല്ലോ. പിന്നെ ഇത് തയ്ച്ച് കഴിയാനായി ഇനി കുറച്ച് ജോലികളും തയ്ച്ച് ഇത് വീഡിയോ എടുത്തിട്ട് ഞാൻ വീഡിയോ ഇടാം. എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യണം. പുതിയതായി കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോയിൽ എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.